സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, വീണ്ടും മഴയുടെ ശക്തി കൂടും എന്നുള്ള റിപ്പോർട്ടുകൾ, മുന്നറിയിപ്പുകളാണ് നിലനിൽക്കുന്നത്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകുമ്പോൾ ഏതൊക്കെയാണ് ജില്ലകൾ, എന്താണ് ജാഗ്രത? ഫിജി, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുന്നു എന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്നലെ മലപ്പുറം, വയനാട് തുടങ്ങിയ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വരെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അറബിക്കടലിൽ 2 ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് എന്നതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ 12 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള 12 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലടക്കം ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള മഴക്കെടുതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുന്നത്. അതുപോലെ തന്നെ ഈ മഴ വരുന്ന സാഹചര്യത്തിൽ കടലാക്രമണത്തിനും അതുപോലെ തന്നെ ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്ക്, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കേരള, തമിഴ്നാട്, കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തീരത്ത് നിന്ന് ആരും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ മഴ ഇത്തരത്തിൽ ശക്തമാവുകയും മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടും അവർ കടലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അപകടങ്ങൾ വരുത്തി വയ്ക്കുകയും 2 ജീവനുകൾ കഴിഞ്ഞ മഴ പെയ്ത സമയത്ത് തന്നെ പൊലിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കർശന നിർദ്ദേശമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കടലിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് നിർദ്ദേശം. എന്തായാലും ഇതുവരെയും 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ പൊടുന്നനെയാണ് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ പെട്ടെന്ന് മഴ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ മഴ ലഭ്യമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പൊതുജനം പാലിക്കണമെന്ന ഒരു കാര്യം കൂടി പറയുന്നു. ശരി സൂര്യ.